കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട അവസാനം കുറ്റാരോപണ വിധേയനായിരുന്ന ഡോക്ടർ റാം പിടിയിലായിരിക്കും. മാസങ്ങളായി ആ കുട്ടി മരിച്ചിട്ട്, എന്നിട്ടും ഈ കുറ്റവാളിയായ ഇയാൾ ഇത്രയും കാലം ഒളിവിൽ കഴിയുകയായിരുന്നു. പല കോടതിയിലും ഇയാളെത്തി, എല്ലാ കോടതികളും ഇയാളുടെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുകയായിരുന്നു. മാത്രമല്ല ചില കോടതികൾ രൂക്ഷമായി ഇദ്ദേഹത്തെ വിമർശിക്കാൻ, ഇതാണ് ഒരു അധ്യാപകൻ്റെ രീതി എന്ന് പോലും പല കോടതികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഒടുവിൽ ഇയാൾ കീഴടങ്ങിയതാണോ, ഇയാൾ അറസ്റ്റ് ചെയ്താണോ, ഇയാളെ പിടികൂടിയതാണോ എന്നുള്ളത് വ്യക്തമല്ല. എവിടെ നിന്നാണ് ഇയാളെ പിടിച്ചത്? കുടകിൽ നിന്നാണ് അയാൾ പിടിച്ചത്. കുടകിൽ നിന്നാണ്. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾ സുപ്രീം കോടതിയുടെ വിധി വന്നു. സുപ്രീം കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളി. നിയമത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇയാൾ തീർച്ചയായും അപ്പോൾ തന്നെ പിടികൊടുക്കുമായിരുന്നു. ഇതൊന്നും വേണ്ട, ആദ്യമേ ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി. ഈ തള്ളിയ സമയത്ത് തന്നെ ഇയാൾ കീഴടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ജാമ്യം കിട്ടിയാൽ പുറത്തു വന്നേനെ. അപ്പോൾ നമുക്കറിയാം, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ്റെ മരണം 2 സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ 2 സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒന്ന് അതിനകത്ത് ലോൺ ആപ്പ് മാഫിയയും മറ്റൊന്ന് ജാതി അധിക്ഷേപവും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കണക്കുകൾ പരിശോധിച്ചാൽ ഈ നിതിൻ രാജ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സ്വദേശി, നെടുമങ്ങാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ലോൺ ആപ്പിൽ നിന്ന് പണമെടുത്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ ലോൺ ആപ്പിൽ നിന്ന് പണമെടുത്തതിനെക്കുറിച്ച് അധ്യാപകരും അതുപോലെ തന്നെ പ്രിൻസിപ്പലും എല്ലാം ഈ കുട്ടികളെ അല്ല, നമുക്കറിയാമല്ലോ ലോൺ ആപ്പിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണ്. ഒരു ലോൺ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കൂണ് പോലെ ലോൺ ആപ്പ് ഇവരിങ്ങോട്ട് എത്ര പൈസ വേണേലും തരും. പകരം അത് തിരിച്ചടിച്ചില്ലെങ്കിൽ ഇവർ ഉടനെ നമ്മുടെ കോണ്ടാക്റ്റിൽ നിന്നും നമുക്കറിയാം. നമ്മൾ ഇവരിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മുടെ സൈബർ ലോകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇത് മുഴുവൻ അവൻ്റെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളിടത്താണ്. അതെ, അവിടെ ചെല്ലുന്നു. അങ്ങനെ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഇവർ നേരെ അത് വെച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് സാധാരണ നടക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അധ്യാപകരെ നിരന്തരം കോൾ ചെയ്യുകയും, അപ്പോൾ ഇദ്ദേഹത്തിന് അപ്പോൾ വേറൊരു അധ്യാപിക കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് നേരെ ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതുപോലെ പ്രിൻസിപ്പൽ ഈ വിദ്യാർത്ഥിയെ വിളിച്ച് താക്കീത് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് ഈ സംഭവം മാത്രമല്ല, ഈ ലോൺ ആപ്പിൻ്റെ വിഷയം മാത്രമല്ല, മാനസികമായിട്ടുള്ള പീഡനം ഈ ഡോക്ടർ MK റാം എന്ന് പറയുന്ന ആ അധ്യാപകനിൽ നിന്നും എല്ലാ കുട്ടികളോട് ഇയാൾ കാണിച്ചിരുന്നു എന്നാണ്. ഇയാൾ ബോഡി ഷെയ്മിങ് നടത്തുവരെന്നാണ് ആളുകളെയൊക്കെ തന്നെ വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുക, വൃത്തികെട്ട പേരുകൾ ഇടുക കുട്ടികൾക്ക്, അതുപോലെ അവരെ നിരന്തരമായി അധിക്ഷേപിക്കുക, ഈ പറഞ്ഞതുപോലെ ജാതി അധിക്ഷേപം നടത്തുക. ഇതൊക്കെ ഇയാൾ ആന്ധ്രാപ്രദേശുകാരനോ മറ്റോ ആണ്, തെലങ്കാന കണ്ടാണ്. പക്ഷേ ഇതിൽ പിന്നീട് വന്നൊരു വിചിത്രമായ റിപ്പോർട്ട്, ഇയാൾ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് പറയപ്പെടും. നമുക്ക് ഉറപ്പില്ല. അതെ, ഇപ്പോൾ ഈ ജാതി അധിക്ഷേപത്തിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസുള്ളത്. അപ്പോൾ ആ ഒരു ഇത് മറയ്ക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോൾ ഞാനും ഇതേ ജാതിയിൽപ്പെട്ട ആളാണ്, പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ജാതി അധിക്ഷേപം നിലനിൽക്കില്ല എന്നുള്ള ഒരു കാര്യം വന്നത്. ഇപ്പോൾ നിലവിൽ ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച ഘടകങ്ങളിൽ ഒന്ന് ഈ ലോൺ ആപ്പ് തന്നെയാണ്. അത് ഓൾറെഡി പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. അതിൻ്റെ അമ്മയ്ക്ക് എന്താണ്ട് വയ്യാതെങ്ങാണ്ട് ഇരിക്കുന്ന ആളാണ്, വരുമാനം പൊതുവെ കുറവുള്ള ഒരു കുട്ടിയുമാണ്. അപ്പോൾ ആ കുട്ടിക്ക് വളരെ മാനസിക അധിക്ഷേപം ഭയങ്കരമായിട്ട് ഉണ്ടായി. ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യയെ തുടർന്ന് ഇവിടെ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടന്നു എന്ന് അതാണ് അതിൻ്റെ മറ്റത്. കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു സംഭവം വികാസമായി ഇത് മാറുകയായിരുന്നു. ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ, ഇത് പിന്നീട് വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കുകയും ഹർത്താലുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഹർത്താൽ നടത്തിയ ആളുകൾ നടത്തിയ ചില പ്രവൃത്തികൾ കാരണം പാവപ്പെട്ട നിതിൻ രാജിനെ തന്നെ ആളുകൾ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ അവസാനം രംഗത്തെത്തി ഇത് വേണ്ട, ഈ പരിപാടി വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം എത്തിയിരുന്നു. അല്ല, ഹർത്താൽ 2 രീതിയിലാണ് കേരള സമൂഹം കൈകാര്യം ചെയ്തത്. ഒരു വിഭാഗത്തിന് ദളിതർ നടത്തുന്ന ഹർത്താലിനോടൊരു അവജ്ഞ എന്നുള്ളതായിരുന്നു. മറ്റൊരു വിഭാഗത്തിന് ഈ ഹർത്താൽ എന്താണെങ്കിലും വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന്. പക്ഷെ അതിനായിട്ട് ഇവർ സ്വീകരിച്ച മാർഗങ്ങളാണ് വിമർശനത്തിന് ഇടയാക്കിയത്. നിരവധി സ്ഥലങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതായത് ആശുപത്രിയിലേക്ക് പോയവരെ അടക്കം ക്യാൻസർ രോഗിയെ തടഞ്ഞു എന്ന് പറഞ്ഞ് തിരുവല്ലയിൽ ഒരു പ്രവർത്തകനെ അവർ അറസ്റ്റ് ചെയ്തു. അയാൾക്ക് ഉടൻ തന്നെ ജാമ്യം ലഭിച്ചു. അത് മറ്റൊരു കാര്യം. പക്ഷേ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കു വേണ്ടിയാണോ ഇവർ ഹർത്താൽ നടത്തിയത് ആ ആളെ വെറുക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഈ വഴി തടഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടായി, വാഹനങ്ങൾ തടഞ്ഞതിൻ്റെ പേരിൽ കേസുണ്ടായി, അക്രമം നടത്തിയതിൻ്റെ പേരിൽ കേസുണ്ടായി. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഏറ്റവും തിരക്കേറിയ
ഇവിടെ കിഴക്കേക്കോട്ട കിഴക്കേക്കോട്ടയിൽ കിഴക്കേക്കോട്ടയിൽ NSS എന്താണ് അവരുടെ പ്രശ്നം? മുഖ്യമന്ത്രി അവരുടെ നേതാവിനെ അപമാനിച്ചു. അങ്ങനെ അപമാനിച്ചു വഴി തടഞ്ഞു. അന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി. അന്നൊരു യുവതി വന്ന് ഇവരോട് കടുത്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഒരു താരതമ്യ പഠനത്തിനും വിധേയമായി എന്നുള്ളതാണ്. ഏത് സംഘടനയാണെങ്കിലും, ഇപ്പം നിതിൻ രാജിൻ്റെ മരണത്തിൽ ആഹ്വാനം ചെയ്ത് ദളിത് സംഘടനയാണെങ്കിലും NSS ജനറൽ സെക്രട്ടറി അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ NSSൻ്റെ യൂണിറ്റുകളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഇവരൊക്കെ തന്നെ ഉള്ളതിനാൽ ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തികൾ എന്താണ്? ഈ വഴി തടഞ്ഞുള്ള സമരം. മെനിഞ്ഞാന്ന് ശനിയാഴ്ച വൈകുന്നേരത്ത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ ഏതൊരു സംഘടനക്കാർ വലിയൊരു പടം കൊണ്ട് കെട്ടി വലിച്ചുകൊണ്ട് മെയിൻ റോഡിൽ കൂടെ അവരിതുപോലെ ഒരു ഘോഷയാത്ര നടത്തുകയായിരുന്നു. നേരം വാഹനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. ആ നേരം ഒരു ആംബുലൻസ് നിരന്തരം ഹോണിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഹൈക്കോടതി ഇതിനകത്ത് കർശന നിലപാട് ഈ ഫ്ലെക്സിൻ ബോർഡിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച പോലെ തന്നെ ഇതിൻ്റെ കാര്യത്തിൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കണം. അത് എന്തിൻ്റെ പേരിലാണ്? ഇപ്പം പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പണ്ടത്തെ രീതി അല്ല ഇപ്പോൾ. പണ്ടൊക്കെ പണ്ട് നമുക്ക് പ്രതിഷേധിക്കാം. അന്ന് ആൾക്കാർ നടന്നും സൈക്കിളിലും കാളവണ്ടിയിലും യാത്ര ചെയ്യുന്ന സമയമാണ്. ഇത്രയും ആൾക്കാർ ഇറങ്ങുന്നില്ല, റോഡ് ഇത്രയും യാത്രക്കാരില്ല, ഇത്രയും ജനങ്ങളില്ല, ബ്ലോക്കില്ല, വാഹനങ്ങളുമില്ല. ഈ റോഡിനൊന്നും വന്ന് വീതി പോലും ഇല്ല. എങ്കിൽ പോലും ഈ സമരം കൊണ്ടൊന്നും ആരുടെയും ജനജീവിതം തടസ്സപ്പെടത്തില്ല. ഇപ്പോഴത്തെ കഥയതല്ല. ഇപ്പം റോഡിൽ മനുഷ്യരെക്കാൾ കൂടുതൽ വാഹനങ്ങളാണ്. സത്യത്തിൽ എത്ര വാഹനങ്ങളാണ്? ഒരു വണ്ടി ഒരു സെക്കൻഡ് ഒരു സ്റ്റോപ്പിൽ നിർത്തിയാൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ആ അടുത്ത സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡ് വാഹന ബ്ലോക്ക് രൂപപ്പെട്ടു. അതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നേ അതല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ സമരം കേരള സമൂഹത്തിൽ ചിന്തിക്കാൻ ഏറെ വകയുണ്ടാക്കി. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡോക്ടർ MK റാം എന്ന് പറയുന്ന ആൾ, അയാളെയൊക്കെ എതിരായിട്ട് വരുന്ന ആരോപണങ്ങൾ ഇതൊക്കെ ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ് അയാളുടെ സമീപനം വന്നിരിക്കുന്നത്. ഇത്രയായി സുപ്രീം കോടതി പോലും അയാളുടെ ജാമ്യ ഹർജി തള്ളി. പിന്നെ അയാൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെ ജീവിക്കാൻ കഴിയും? എത്ര നാൾ അയാൾ ഒളിവിൽ പോയി? അല്ല, അതാണ് ഇയാൾക്ക് എത്ര ആൾ ഒളിച്ചിരിക്കാൻ പറ്റും? അയാളൊരു ഡോക്ടറാണ്. അയാൾ വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ഉന്നത പദവി ഇരിക്കുന്ന വ്യക്തിയാണ്. അയാൾക്ക് പോലും ഈ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിട്ട് പോലും ഒന്ന് കീഴടങ്ങണമെന്നുള്ള ചിന്ത വന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടി വരില്ല. ഇത്രയും അയാൾക്ക് നിയമപരമായി അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അയാൾ അഭിഭാഷകനെ വയ്ക്കാം. അയാൾ അറസ്റ്റ് കീഴടങ്ങിയ ശേഷം പിന്നീട് നിയമ പ്രൊസീഡിങ്സ് നടക്കുമല്ലോ. ഇതിപ്പോൾ അയാൾ ഇനി നാളെ അയാളുടെ കേസിലൊക്കെ തന്നെ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നു. ഇയാളെ ജാമ്യാപേക്ഷയുടെ കോടതി ചെല്ലുമ്പോഴൊക്കെ തന്നെ മൊത്തം ഇയാൾക്കെതിരാവൂലേ കാര്യങ്ങൾ? ഇനിയിപ്പോൾ അയാൾക്ക് ജാമ്യം കൊടുക്കത്തില്ല, കോടതി ജാമ്യം കൊടുക്കില്ല. കാരണം അയാൾ നിയമവ്യവസ്ഥയെ അനുസരിക്കുന്ന ഒരാളല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അയാൾക്ക് കോടതി ജാമ്യം കൊടുക്കും. മാത്രമല്ല, ഇയാൾ കുടകിൽ കഴിഞ്ഞത് ആൾമാറാട്ടം നടത്തിയാണ്. അങ്ങനെയുണ്ട്. ഇയാളുടെ ഷേപ്പൊക്കെ മാറ്റിക്കളഞ്ഞു. ഇയാളുടെ വേഷവിധാനങ്ങളെ ഷേപ്പ്, മുടി വെട്ടുകയോ താടി വടിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്തിട്ടാണ് അയാൾ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് ഇത്. അയാളെ പിന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ. എന്തായാലും ജാതി അധിക്ഷേപത്തിൻ്റെ പേരിൽ അയാൾ അറസ്റ്റിലായിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിനകത്തെ അടിസ്ഥാന കാരണം ഈ ജാതി അധിക്ഷേപം അല്ലെ ഈ റാമിൻ്റെ അധിക്ഷേപമായിരുന്നോ അതോ ഈ ലോൺ ആപ്പായിരുന്നോ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് രണ്ടാണെങ്കിലും ശരി, ലോൺ ആപ്പ് എന്ന് പറയുന്ന ഈ ഇപ്പോഴത്തെ ആധുനിക സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒരു വിഷമാണ്, അല്ലെ ഒരു ക്യാൻസറാണ് ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത്. വെറുതെ പൈസ തരാമെന്ന് ആരെങ്കിലും തരാമെന്ന് പറയുമ്പം ആരായാലും കയറി കൈ കൊടുക്കും, അല്ലേ? ചോദിക്കുന്ന പൈസയാണ്. 1-2 ലക്ഷം രൂപ അത്യാവശ്യം ഈ പറഞ്ഞതിൽ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ അമ്മയുടെ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പടം അന്തം വിട്ടിരിക്കുന്ന സ്ഥിതിയായിരിക്കും. അന്ന് നമ്മൾ കഴുത്തോണ്ട് വയ്ക്കും. അത് അറിയാതെ ഏത് മനുഷ്യനാണെങ്കിലും അറിയാതെ. കാര്യം നമ്മളായിട്ട് ദേശസാൽകൃത ബാങ്കിൽ ചെന്നാൽ എന്തെങ്കിലും ലോൺ കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ഈട് വയ്ക്കാൻ കഴിയും. ഇതൊന്നും വേണ്ടല്ലോ. നിങ്ങൾ ആ സൈബർ ലോകത്തെ സകല സാധനങ്ങൾ തന്നാൽ അത് ഞങ്ങൾ ലോൺ തരാമെന്ന് പറയുന്നത്. അത് എന്താണെങ്കിലും ശരി, നീതിന്യായ വ്യവസ്ഥയെ ഒട്ടും അനുസരിക്കാത്ത, ആ വ്യവസ്ഥയോട് ഒട്ടും ബഹുമാനമില്ലാത്ത ഒരാളാണ് ഈ ഡോക്ടർ റാം. ഒടുവിൽ അയാൾ പിടിയിലാകുമ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ അയാളുടെ ഒരു സ്വഭാവം കൂടിയാണ് പുറത്തു വരുന്നത്. ഇയാൾക്ക് തക്കതായ ശിക്ഷ ഈ കേസിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക്. ഇയാൾ ഇത്രയും കാലം രക്ഷിച്ച് നിർത്തിയത് ആരാണെന്നുള്ള കാര്യം കൂടെ അന്വേഷിക്കണം. അല്ല, അത് അയാൾ തന്നെ പോയതാണ്. കാരണം ഇയാളെ അന്ന് തൊട്ടേ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ആണല്ലോ നോക്കുന്നത്. അയാൾ ഇന്നത്തെ കാലത്ത് കുറച്ച് 1-2 മാസമൊക്കെ ഒളിച്ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുക, ഈ പറയുന്ന അപ്പിയറൻസ് മാറ്റുക, CCTV ക്യാമറകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുക, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ കുറേ നാളുകൂടെ ഒക്കെ പോകാം. എന്നാലും നിരന്തരമായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഒരാൾക്ക് ഷെൽട്ടർ വേണം, ഭക്ഷണം കഴിക്കാനുള്ള പൈസ വേണം. ഇതൊക്കെ എവിടെ നിന്നുണ്ടാവും? ഇതൊക്കെ ആര് സഹായിക്കും? ലോകത്ത് അയാൾക്ക് ചുരുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അയാൾക്ക് അന്വേഷണത്തെ കുറിച്ചൊക്കെ അയാൾക്ക് കൃത്യമായ ധാരണ കിട്ടുന്നുണ്ട്. അത് വേണം. അപ്പോൾ അതുകൊണ്ടാണ്. എന്താണെങ്കിലും ശരി, അയാൾ പിടിയിലായതിൽ വളരെ സന്തോഷം ആണ്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്.